കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഒരു സിമ്പിൾ വാഞ്ചോ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാനൊരു ചോക്ലേറ്റ് സ്പോഞ്ചാണ് ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് മൈദാമാവിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദാമാവ് റിമൂവ് ചെയ്തിട്ട് ആ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. വാഞ്ചോ കേക്ക് എന്ന് പറയുമ്പോൾ വെനില കേക്കും ചോക്ലേറ്റ് കേക്കിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇനി അതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കൊക്കോ പൗഡറും കോൺഫ്ലോറും എല്ലാം മൈദാമാവുമായിട്ട് നല്ല മിക്സ് ആവും. ഇനി നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളോ ചരുവോ ഇതുപോലെ എടുത്തിട്ട് അതിൽ 2 എഗ്ഗ് ഇടണം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വേണം പൊട്ടിച്ചൊഴിക്കാൻ. അതിൽ 1/2 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ചായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര കുറച്ചായിട്ട് ഇടുമ്പോഴത്തേക്കും നല്ല പതഞ്ഞ് വരും. എഗ്ഗ് നല്ല ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാവണം. എന്ന് വെച്ചാൽ ആ യെല്ലോ കളർ മാറി കുറച്ച് വൈറ്റ് കളറിലാവണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബീറ്റ് ചെയ്ത് എത്തിക്കണം. എഗ്ഗ് നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൽ 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മളിതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ 3 ടൈംസ് അരിച്ച് വെച്ചിരുന്ന ആ മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര സ്പീഡിൽ ഇളക്കി കൊടുക്കൽ, ചെറുതായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇളക്കിയതിന് ശേഷം അതിലൊരു 1/4 ടീസ്പൂൺ വിനെഗർ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ബേക്ക് ചെയ്യാനുള്ള പാത്രം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വയ്ക്കണം. നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയായി. ഇനി വെനില സ്പോഞ്ച് ചെയ്യുകയാണ്. അതിനായിട്ട് 1 കപ്പ് മൈദാമാവാണ് എടുക്കുന്നത്. അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദാമാവ് റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുകയാണ്. അതിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അടുത്തത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചെയ്യുകയാണ്. അതിനായിട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിൽ 1 ടീസ്പൂൺ വെനില എസൻസും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലൊരു 10 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്യണം. സ്പോഞ്ചിൽ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി മധുരത്തിന് വേണ്ടിയിട്ട് കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ സ്പോഞ്ചിൻ്റെ മുകളിൽ വെള്ളം കണക്ക് ഈർപ്പം പോലെ വരും, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതൊന്നും ആവാതിരിക്കാനാണ് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ പഞ്ചസാര എടുക്കാൻ പറയുന്നത്. നല്ല മിക്സ് ആയതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ചരുവം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചതിന് ശേഷമാണ് മാവിട്ട് കൊടുക്കേണ്ടത്. അരിച്ച് വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്ത അതേ ട്രേയിൽ തന്നെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് ടാപ്പ് ചെയ്തതിന് ശേഷം
അറൗണ്ട് ഒരു 40 മിനിറ്റ്സോളം എനിക്ക് ബേക്കാവാൻ ടൈം എടുത്തു. വെനില സ്പോഞ്ച് 2 ലെയറും ചോക്ലേറ്റ് സ്പോഞ്ച് 1 ലെയറുമാണ് വയ്ക്കുന്നത്. ഇനി ഐസിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ബോർഡിൽ ജസ്റ്റ് ഒന്ന് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഫസ്റ്റ് ലെയർ വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വയ്ക്കുന്നത്. നല്ല സ്റ്റിക്കി ആയിട്ടിരുന്നോളും. എന്നിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീം ഇട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ലെയർ വെനിലയാണ് വെച്ച് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം നല്ല സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ഒഴിച്ച്, വൈറ്റ് ചോക്ലേറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല എമൗണ്ടിൽ തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വിപ്പിംഗ് ക്രീമുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. കൂടെ തന്നെ സൈഡൊക്കെ ക്ലീൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് കേക്ക് ലെയർ കറക്റ്റായിട്ട് തന്നെ വയ്ക്കാൻ പറ്റും. സെക്കൻഡ് ലെയർ ചോക്ലേറ്റ് സ്പോഞ്ചാണ് വെക്കുന്നത്. ആദ്യത്തെ ലെയർ വെനില സ്പോഞ്ച് ആയതുകൊണ്ട് ഞാൻ അതിൽ ഒഴിച്ചേക്കുന്നത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ്. ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച ആ ലെയറിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിക്കുന്നത്. 2:1 റേഷ്യോയിലാണ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയേക്കുന്നത്. 1/4 കപ്പ് ചോക്ലേറ്റ് എടുത്ത് അതിൽ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ലെയർ വെനില സ്പോഞ്ചാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഇതുപോലെ സോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഐസിങ് ചെയ്യാണ്. ഇതിൽ ഞാൻ ക്രം കോട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് മെയിൻ കോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിലിഞ്ഞ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കണം. അതിനായിട്ട് മെയിൻ കോട്ട് ചെയ്തിട്ട് ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തത്. നമുക്ക് ടൈമില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി. നമുക്ക് ഈ മെയിൻ കോട്ടെല്ലാം നല്ല സെറ്റായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ ഗനാഷ് നമുക്ക് ഒഴിച്ചാൽ നല്ല സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിൽ ഗനാഷ് ഒഴിക്കുകയാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആ തണുപ്പോടെ തന്നെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ 1 കപ്പ് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്യുന്നതാണ്. അതൊഴിച്ച് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടൂൾ വെച്ചോ ഒന്ന് ഇതുപോലെ സിക്സാക്ക് ആയിട്ട് വരച്ചു കൊടുക്കണം. വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു ഡിസൈനും ചെയ്യണം. ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വച്ചിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് നല്ല സെറ്റാവുകയും ചെയ്യും. ഈ ഒരു ഡിസൈൻ ഒഴിക്കുമ്പോൾ കിട്ടത്തുമില്ല. ഡാർക്ക് ചോക്ലേറ്റ് ഡ്രിപ്പും കൂടെ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിലൊരു ബോർഡർ കൊടുക്കുകയാണ്. ഓപ്പൺ സ്റ്റാർ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു ബബിൾ ഡിസൈൻ കിട്ടും. ഇൻ കേസ് നമ്മളതിൽ നോസിലില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. ഒരു ബബിളിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബോർഡർ കിട്ടിക്കോളും. ഇനി 2 സൈഡിലായിട്ട് ഞാൻ റോസെറ്റ് ചെയ്യുന്നുണ്ട്. ബോർഡറിലെല്ലാം ഗോൾഡൻ ബീഡ്സ് വയ്ക്കുന്നുണ്ട്. ബബിൾസിലെല്ലാം ഗോൾഡൻ ബീഡ്സ് വയ്ക്കുന്നുണ്ട്. കേക്കിലും അതുപോലെ ഗോൾഡനും സിൽവറും ബീഡ്സ് വെച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ റോസെറ്റിലൊക്കെ ബീഡ്സ് വയ്ക്കുന്നുണ്ട്. ചോക്ലേറ്റ് വാനില കോമ്പിനേഷനായ വാഞ്ചോ കേക്ക് റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.